വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ക്യാപ്സ്യൂൾ സീരീസ്. സോ നമ്മൾ ഇന്ന് +1 മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതായ ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല, നേരെ എന്ത് ചെയ്യാണ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഓക്കെ, സോ അപ്പൊ ആദ്യം പഠിക്കാൻ പോണേല് നമ്മൾ എങ്ങനെ ഒരു ഡിഗ്രി മെഷർമെന്റിനെ റേഡിയൻ ആക്കി മാറ്റാം, അതുപോലെ എങ്ങനെ ഒരു റേഡിയൻ മെഷർമെന്റിനെ ഡിഗ്രി ആക്കി മാറ്റാം, അതാണ് പഠിക്കാൻ പോണത്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, നമുക്ക് ആംഗിൾ എന്ന് പറയുന്ന ആളെ മെഷർ ചെയ്യാൻ 2 മെഷർമെന്റ് ഉണ്ട്, ഡിഗ്രി മെഷർമെന്റും റേഡിയൻ മെഷർമെന്റും. സോ അതില് ഡിഗ്രിയിൽ എങ്ങനെ റേഡിയനിലോട്ടും റേഡിയൻ എങ്ങനെ ഡിഗ്രിയിലോട്ടും കൺവേർട്ട് ചെയ്യാം, അതാണ് പഠിക്കാൻ പോണേ. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അതുപോലെ 1 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180/π ഡിഗ്രി ആണ്. ഈ കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. അത് കിട്ടിയില്ലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഡിഗ്രീനെ നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡിഗ്രീനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം, റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഗ്രീനെ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. ഇത് പഠിക്കുക, ഡിഗ്രീനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ, π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. അതുപോലെ റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, റേഡിയൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആ റേഡിയനെ 180/π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. ഇതങ്ങ് പഠിച്ചു വെക്കാം, സെറ്റ് ആക്കി പഠിക്കാം. ഓക്കെ, ഇത് പഠിച്ചാൽ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക, കൺവേർട്ട് ദ ഫോളോയിങ് ഡിഗ്രി മെഷർ ഇൻ ടു റേഡിയൻ മെഷർ. താഴെ തന്നിരിക്കുന്നതിലെ ആൾക്കാരെ ഡിഗ്രിയിൽ നിന്ന് നമുക്ക് എന്തിലോട്ട് മാറ്റണം, റേഡിയനിലോട്ട് മാറ്റണം. അപ്പൊ ആലോചിക്കുക, ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് നോക്കാം, 45 ഡിഗ്രി അല്ലേ. അപ്പൊ 45 ഡിഗ്രിനെ ഞാൻ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രേ ഉള്ളൂ പരിപാടി. 45 ഡിഗ്രി എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, π/180. അപ്പൊ റേഡിയൻ കിട്ടും. എന്ത് പറ്റും, 45ല് 180 എത്ര പ്രാവശ്യം ഉള്ളതാ, 4 പ്രാവശ്യം അല്ലെ. 45 90, അതുപോലെ നമുക്ക് 2 90 180, അപ്പൊ 4 പ്രാവശ്യം അല്ലെ. ഈ കാൽക്കുലേറ്ററിൽ അടിക്കാം, 180/45 അടിച്ചാൽ 4 കിട്ടും. സോ എത്രയാണ്, π/4 റാഡ്. റാഡ് എന്ന ഭംഗിയാക്കി എഴുതാ, വേണമെങ്കിൽ റേഡിയൻ എന്നും പറയാം. അടുത്ത 240 ഡിഗ്രി അല്ലെ. 240 ഡിഗ്രിയില് എനിക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 240നെ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ ഡിഗ്രി എന്ന് റേഡിയൻ ആക്കണമെങ്കിൽ ആ ഡിഗ്രീനെ π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 0 0 വെട്ടാം. 24ലും 18ലും 6 കോമൺ ഇല്ലേ. 24ല് 6 പ്രാവശ്യം, 4 പ്രാവശ്യം. 18ൽ 6 പ്രാവശ്യം, 3 പ്രാവശ്യം. അപ്പൊ ഉത്തരം തെട്ടി 4π/3 റാഡ്. ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്ത നോക്കി, അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്താണ് ഒരു വില്ലനാണ്. നോക്കിയോ, ഒരു സ്പെഷ്യൽ കേസാണ്. ഇങ്ങനത്തെയാണ് നമ്മൾ എക്സാമിന് ചോദിക്കുക. നോക്കിയേ, 40 ഡിഗ്രിയും 20 മിനിറ്റും. അപ്പൊ ഈ 40 ഡിഗ്രി 20 മിനിറ്റിന് എനിക്ക് എന്തിലോട്ട് ആക്കണം, റാഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, റേഡിയനിലോട്ട്. അപ്പൊ π/180 ആണെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 40 ഡിഗ്രിയും 20 മിനിറ്റും അല്ലേ, ഇത് മൊത്തത്തിൽ ഡിഗ്രിയിലോട്ടാ, മൊത്തം ഡിഗ്രി ആവണം. സോ 20 മിനിറ്റ് കണ്ടോ. അപ്പൊ ആ 20 മിനിറ്റിനെ നമുക്ക് ആദ്യം ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, മിനിറ്റിനെ 60 വെച്ച് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. മിനിറ്റിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്കത് ഡിഗ്രി ആക്കി കൺവേർട്ട് ചെയ്യാം. അതാണ് ട്രിക്ക്. അറിയാത്തവര് സൈഡിൽ ഇതുപോലെ എഴുതി വെക്കാം. മിനിറ്റിന് എനിക്ക് ഡിഗ്രി ആക്കണമെങ്കിൽ ആ മിനിറ്റിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ എനിക്ക് ഇയാളെ മൊത്തത്തിൽ ഡിഗ്രി ആക്കണേ. അപ്പൊ അതിനു വേണ്ടി 40 20 കണ്ടോ, 20 മിനിറ്റിന് ഞാൻ എങ്ങനെ എഴുതും, 20/60 മൊത്തത്തിൽ ഡിഗ്രി എന്ന് എഴുതും. പ്രശ്നമില്ലല്ലോ.
ഈക്വൽ ടു 40 20 60 വട്ടം 20 20 ഓരോ പ്രാവശ്യവും 60 20 3 പ്രാവശ്യം 40 1/3 ഡിഗ്രി. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ഫ്രാക്ഷൻ ആക്കുക? സിമ്പിൾ ആണ്. ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ വെച്ച് മുകളിലത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ആ കിട്ടുന്ന നമ്പർ വെച്ച് ന്യൂമറേറ്ററിനെ കൂട്ടുക, എന്നിട്ട് സെയിം ഡിനോമിനേറ്റർ. അപ്പൊ എങ്ങനെയാ? 3 × 40 എത്രയാ? 120. 120 പ്ലസ് 1 120 പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3. അപ്പൊ കംപ്ലീറ്റ് ഫ്രാക്ഷൻ ആവും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷന് ഞാൻ എന്താക്കാൻ പഠിപ്പിച്ചു? കംപ്ലീറ്റ് ഫ്രാക്ഷൻ ആക്കാൻ പഠിപ്പിച്ചു. ഈക്വൽ ടു എത്രയാ? 121/3 ഡിഗ്രി. ഇനി റേഡിയനിലോട്ട് ആക്കണ്ടേ? റേഡിയനിലോട്ട് ആക്കാൻ ഇൻറ്റു π/180. അപ്പൊ എന്തും? 121 × π 121 π ഡിവൈഡഡ് ബൈ 3 × 180. സോ 3 × 180 എത്ര ആയിട്ടാണല്ലോ നോക്കുക. അപ്പൊ 18 3 അങ്ങനെ നോക്കുക. അപ്പൊ എത്രയാ? അല്ലെ 8 16 24 2 1 3 3 5. അപ്പൊ എന്താ? 540 റാഡ് എന്ന് കിട്ടും. പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ, സോ ഇതുപോലെ മിനിറ്റ് തന്നാൽ ആദ്യം മിനിറ്റിനെ ഡിഗ്രി ആക്കണം. അപ്പൊ മിനിറ്റിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ മിക്സഡ് ഫ്രാക്ഷൻ ആവും. മിക്സഡ് ഫ്രാക്ഷനെ കംപ്ലീറ്റ് ഫ്രാക്ഷൻ ആക്കിയിട്ട് π/180 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രേ ഉള്ളു പരിപാടി. സെറ്റ് അല്ലേ? സോ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം? റേഡിയനിലുള്ള ആളെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ റേഡിയനിലുള്ള ആളെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ റേഡിയൻ ഇൻറ്റു 180/π നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സോ എന്ത് പറ്റും? π ക്യാൻസൽ ആവും അല്ലെ? ദെൻ 350 ക്യാൻസൽ ആവൂലേ? 350 എത്ര വരും? 60 അല്ലേ വരിക അല്ലെ? 60 എങ്ങനെ? 3 18 വെട്ടല്ലേ? 3 18 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്നിട്ട് ആ 0 അതുപോലെ എടുത്ത് മേലക്ക് എഴുതാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ദെൻ 5 × 60 എത്രയാ? 5 × 60 എത്ര വരും? 300 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കാൻ 150/π. കാൽക്കുലേഷൻസ് കാൽക്കുലേറ്ററിൽ ഇട്ട് ചെയ്താൽ മതി, ഞാൻ മനക്കണക്ക് ചെയ്യുന്നത് നോക്കണ്ട കേട്ടോ. ഓക്കെ, 7π/6 അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാ? 7π/6നെ നമ്മള് 180 ഡിവൈഡഡ് ബൈ π ചെയ്യും. സോ π ക്യാൻസൽ ആവും. 6 150 എത്ര പ്രാവശ്യം? അങ്ങനെ നോക്കുമ്പോ നമുക്ക് എത്ര ചെയ്യാം? 30 അല്ലേ? അപ്പൊ എങ്ങനെയാ? അങ്ങനെ 18 6 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. എന്നിട്ട് 0 മേലക്ക് കയറ്റി എഴുതാം. ദെൻ 7 30 അല്ലേ? അപ്പൊ 7 30 എത്ര വരും? 7 3 21 0 210 ഡിഗ്രി എന്നിട്ട്. ഓക്കെ, കാൽക്കുലേഷൻസ് ക്ലിയർ ചെയ്ത് ചെയ്യാം. അടുത്തത് നോക്കിയേ, ഇത് എല്ലാവരും ഇല്ല. ഞാൻ നോക്കി 11/16 16. ഇവിടെ π ഇല്ല, അപ്പൊ നമുക്ക് π ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. π ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് πനെ നമുക്ക് 22/7 എന്ന് കൊടുക്കാം. π ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തടത്ത് π = 22/7. അങ്ങനത്തെ ആൾക്കാർ തരും നിങ്ങൾക്ക് എക്സാമിന്. അപ്പൊ ഞാനത് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. 11/16 ഇൻറ്റു എന്താണ് ഇവിടെ ഉള്ളത്? 22/7. ഓക്കെ, ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. 11/16 അല്ലേ? അപ്പൊ 11/16 ഇൻറ്റു എന്താ നമ്മൾ ചെയ്യണ്ടേ? 180/π അല്ലേ? ഞാൻ നേരെ π കൊടുത്തു. അതാണ്. സോ എന്ത് പറ്റും? 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈന്റെ അവിടെ എന്ത് കൊടുക്കാം? 22/7. ദെൻ ഈ /7 മേലോട്ട് എടുക്കാം. അപ്പൊ ഇൻറ്റു 7. അപ്പൊ എങ്ങനെ മാറും? 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 7 എന്നാകും. സോ ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ഇട്ടാൽ 39.375 എന്ന് കിട്ടും. എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഡെസിമൽ ഉണ്ടല്ലേ? ഡെസിമൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റിന് മുന്നേ ഉള്ള ആൾക്കാരെ മാത്രം ഡിഗ്രി ആക്കാം. ദെൻ ഡെസിമലിന് ശേഷമുള്ള ആൾക്കാരെ മിനിറ്റിലോട്ടും സെക്കൻഡ്സിലോട്ടും കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ഡെസിമൽ ആയിട്ടുള്ള എന്താണ്? 0.35 അല്ലേ? അപ്പൊ ആ 0.35നെ ഞാൻ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആലോചിക്കുന്നത് എങ്ങനെയാണ്? ഡെസിമലിനെ മിനിറ്റിലോട്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഡെസിമൽ ഇൻറ്റു 60 ചെയ്യാം. സോ ഇവിടെ ഡെസിമൽ എത്രയാ? 0.35 അല്ലേ? അതിന് ഞാൻ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 22.5. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിൽ ആ പോയിന്റിന് മുന്നിൽ ആളെടുക്കും. എന്താ? 22 മിനിറ്റ്. പിന്നെ ഒരു പോയിന്റ് വന്നില്ലേ? 0.5. പിന്നെയും പോയിന്റ് വന്നാൽ ആ പോയിന്റിന് ഒന്നും കൂടി 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ പോയിന്റിന് പിന്നെയും 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 into 60 ചെയ്താൽ 30 എന്ന് കിട്ടും. അതിന് 30 സെക്കൻഡ്സ് എന്ന് എഴുതാം. സോ ആൻസർ ഈസ് 39 degree 22 minute 13 seconds എന്ന് വരും. അപ്പൊ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതുപോലെ ഡെസിമൽ വരുമ്പോൾ ആദ്യം കിട്ടിയ ഡെസിമൽ പോയിന്റിനെ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മിനിറ്റ് കിട്ടും. ദെൻ ആ മിനിറ്റിൽ പിന്നെയും ഡെസിമൽ വന്നാൽ ആ ഡെസിമലിനടുത്ത് ഒന്നും കൂടി 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ്സ് കിട്ടും. ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോവാം. അടുത്തതിലേക്ക് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. cos x equal to -3/5. x lies in the ഏത് ക്വാഡ്രന്റാ പറയുന്നത്? നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. അതിവിടെ വിട്ടിട്ടുണ്ട്. x lies in the തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. ആക്ച്വലി നമുക്ക് 4 ക്വാഡ്രന്റുകൾ ഉണ്ട്. എത്ര ക്വാഡ്രന്റ്? 4 ക്വാഡ്രന്റ്. ആ 4 ക്വാഡ്രന്റില് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ആൾക്കാരും പോസിറ്റീവാ. രണ്ടാമത്തെ ക്വാഡ്രന്റില് സൈനും അതുപോലെ സൈനെ തലതിരിച്ചിട്ടാ കിട്ടുന്ന കൊസീക് എക്സും മാത്രം പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും ടാനിനെ തലതിരിച്ചിട്ട് കിട്ടുന്ന കോട്ടെക്സും മാത്രം പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും കോസ് എക്സിന് തലതിരിച്ചിട്ടാ കിട്ടുന്ന സീക് എക്സും മാത്രം പോസിറ്റീവ്. സോ ഇതറിയണം. അപ്പോ ഇത് പഠിക്കാൻ വേണ്ടിട്ടൊരു കുറെ കോഡുകളുണ്ട്. ഇങ്ങനെ പഠിക്കാറുണ്ട്: ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്, അങ്ങനെ പഠിക്കാറുണ്ട്. ചിലവര് അയലത്തെ ശങ്കരൻ തെങ്ങുമ്മ കേറി, ഇങ്ങനെ പല ടൈപ്പിലും പഠിക്കാറുണ്ട്. ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്, അതാണ് എളുപ്പം. എ ഫോർ ഓൾ പോസിറ്റീവ്, സ്കൂൾ ഫോർ സൈനും കൊസീക്കും പോസിറ്റീവ്, പിന്നെ ട്യൂഷൻ ക്ലാസ്. അപ്പൊ ടി എന്ന് വെച്ചാൽ എന്താ? ടാൻ എക്സും ടാൻ എക്സും റെസിപ്രോക്കൽ, കോട്ടെക്സും പോസിറ്റീവ് തേർഡില്. അടുത്ത ട്യൂഷൻ ക്ലാസ്, ക്ലാസ് സി എന്ന് വെച്ചാൽ കോസ് എക്സും ആളുടെ റെസിപ്രോക്കൽ ആയ സീക് എക്സും പോസിറ്റീവ്. അതാണ് സിമ്പിള്. ഏത് വേണേ വെച്ച് പഠിക്കാം, പക്ഷെ ഇത് ഈ ഐഡിയ നമുക്ക് അറിയണം എന്നുള്ള. ഓക്കെ, സോ നമുക്ക് പോവാം. കോസ് എക്സ് ഈക്വൽ ടു -3/5. കോസ് എക്സ് കിട്ടിയാല് അപ്പൊ തന്നെ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആരാ? സീക് എക്സ് എഴുതാം. സീക് എക്സ് എന്തായിരിക്കും? നേരെ തലതിരിച്ചിടാം. -5/3. ഇത്രയുള്ള പരിപാടി. ഇനി ബാക്കിയുള്ള ആളെ കിട്ടാൻ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ദെൻ ഇത് മനസ്സിലാക്കുക. അല്ല, എക്സ് ആക്സിസ് അല്ല, എക്സ് ആംഗിൾ. ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇയാള് ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഇയാളാണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, സോ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? അപ്പൊ അഡ്ജസന്റ് സൈഡ് എത്രയായിരിക്കും? 3. ഹൈപ്പോട്ന്യൂസ് എത്രയായിരിക്കും? 5. ഓക്കെ, സോ ഒരു സൈഡ് 3ഉം മറ്റേ സൈഡ് 5 ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കുള്ളൂ? 4. നിങ്ങൾക്ക് പൈതഗോറസ് തിയറം ഒക്കെ വെച്ച് നോക്കാം. ഇനി ഞാനിപ്പോ അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ ചോദിക്കരുത് സാറ് എന്താ മൈനസ് ഇടാത്തേന്ന്. മൈനസ് എന്തുകൊണ്ടാ വാല്യൂ വന്നേ? ഇത് തേർഡ് ക്വാഡ്രന്റാ. തേർഡ് ക്വാഡ്രന്റിൽ ആരെ മാത്രമേ പോസിറ്റീവ് എഴുതാൻ പാടൂ? ടാൻ എക്സും കോട്ടെക്സും. അതുകൊണ്ടാണ് ഈ മൈനസ് ഇവിടെ കൊണ്ടുവിടരുത്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്യാലോ. സോ കോസ് എക്സ് കിട്ടി, സീക് എക്സ് കിട്ടി. ബാക്കി അടുത്തത് ആരാ? സൈൻ എക്സ്. സൈൻ എക്സ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? സോ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 4 ബൈ ഹൈപ്പോട്ന്യൂസ് എത്രയാ? 5. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് എഴുതാൻ പാടൂ. അതുകൊണ്ട് സൈന് നെഗറ്റീവ് എഴുതി. സൈൻ കിട്ടിയ അപ്പൊ തന്നെ സൈന് തലതിരിച്ചിടുന്ന ആള് ആരെഴുതാം? കൊസീക് എഴുതാം. കൊസീക് എക്സ് എന്തായിരിക്കും? നേരെ തലതിരിച്ചിടാം. -5/4. അറിയണോട്ടാ. കോസിന്റെ ടീമാണ് സീക്ക്, സൈനിന്റെ ടീമാണ് കൊസീക്ക്. അടുത്ത ആരാ? ടാൻ. ടാന്റെ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? സോ ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 4 ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാ? 3. ഇവിടെ നെഗറ്റീവ് ഇടണോ? വേണ്ട, കാരണം തേർഡ് ക്വാഡ്രന്റ് ടാൻ പോസിറ്റീവാ. ടാൻ കിട്ടിയ
അപ്പൊ തന്നെ കോട്ട് എഴുതാം. കോട്ട് നേരെ തലവരിച്ച് എഴുതുക. സോ എന്താ വരിക? 3/4. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ തന്നിരുന്നു, ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് പഠിച്ചു. സോ നമുക്ക് ഇതിൽ അറിയേണ്ടത് ബാക്കി 5 എണ്ണം ആരൊക്കെയാണ്? സൈനിൻ്റെത് കൊസീക്ക്, കോസിൻ്റെത് സീക്ക്, ടാനിൻ്റെത് കോട്ട്. ഇതറിയണം. പക്കയാക്കി വെക്കുക, തലവരിച്ച് ചെയ്ത് അത്രേ ഉള്ളൂ. ഓക്കെ. സോ നേരെ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവരെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്റെ മക്കളെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: സൈൻ 2nπ പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. സൈനിന്റെ ഒപ്പം ആദ്യം പൈ വന്നു, പൈന്റെ ഒരു മൾട്ടിപ്പിൾ, ആരുടെ മൾട്ടിപ്പിൾ? പൈന്റെ മൾട്ടിപ്പിൾ പ്ലസ് എക്സ് വന്നാൽ സൈൻ ആ പൈന്റെ മൾട്ടിപ്പിൾ ഒഴിച്ച് ആ പ്ലസ് എക്സ് മാത്രം എടുത്തെഴുതാം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് അറിയണം. അതുപോലെ കോസ് 2nπ പ്ലസ് എക്സും എന്ത് തന്നെയാണ്? കോസ് എക്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കോസിന്റെ ഒരു പൈന്റെ മൾട്ടിപ്പിൾ പൈന്റെ ഒരു വാല്യൂ പ്ലസ് ഒരു ആംഗിൾ വന്നാൽ നമുക്ക് എന്ത് എഴുതാം? ആ കോസ് പ്ലസിന് ശേഷമുള്ള ആളെ മാത്രം എടുത്ത് എഴുതാം. അടുത്തത് ടാനിന്റെ ആണ്. ടാൻ nπ പ്ലസ് എക്സ് ഈക്വൽ ടു, ഇതേപോലെ തന്നെ ആ പ്ലസിന് ശേഷമുള്ള ആളെ മാത്രം എഴുതാം, ടാൻ എക്സ്. ഈ ഒരു ഇക്വേഷൻ അറിയണം. ഇത് എങ്ങനെ വന്നെന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് കുറച്ച് സമയമുള്ള അതിൽ മാക്സിമം ചോദ്യം ചെയ്യാന്നുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിട്ട് അറിയാമെന്ന് വേണ്ട, എന്നാലും ഞാൻ പഠിപ്പിച്ച അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. സൈൻ 31π/3 അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് അറിയാം ചെയ്യാം. ഇപ്പൊ ഞാൻ നോക്ക്, സൈൻ ഉള്ളിലുള്ളത് ആരാടാ? 31π അല്ലേ, ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമ്മൾ ആലോചിക്കണ്ടേ, 31ന് തൊട്ട് ബാക്കിലായിട്ടുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാ നോക്കുക. ആരെ മൾട്ടിപ്പിൾ? 3ന്റെ മൾട്ടിപ്പിൾ, താഴെ കിടക്കുന്നതിന്റെ മൾട്ടിപ്പിൾ. സോ 31ന് തൊട്ട് ബാക്കിലായിട്ട് കിടക്കുന്ന 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 30 അല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, 30π/3 പ്ലസ് ടോട്ടൽ 31π അല്ലേ ഉള്ളത്. പിന്നെ 30π കൂടെ എത്ര പൈ കൂടിയും കൂട്ടണം? ഒരു പൈ കൂടി, π/3. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതാണ് ഇതിന്റെ ഒരു ഭംഗി. ഇപ്പൊ ഇങ്ങനെയായിരുന്നു വിചാരിക്കും, 32π/3 നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആലോചിക്കും, 32ന് തൊട്ട് മുന്നേ ഉള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 30 ആ ഡിനോമിനേറ്റർ എഴുതും, പ്ലസ് 32π ആണെങ്കിൽ ഇനി എത്ര പൈ കൂടി വേണം? 2 പൈ കൂടി അല്ലേ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? 2π/3. ഇതാണ് കോൺസെപ്റ്റ്. ഇത്രയുള്ള പരിപാടി. ഇപ്പൊ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇസ് ഈക്വൽ ടു 30 3ൽ 10 പ്രാവശ്യം. ഇപ്പൊ സൈൻ 10π പ്ലസ് π/3 എന്നായി. സോ ഇവിടെ നോക്കുക, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഇപ്പൊ ഒരു പൈന്റെ മൾട്ടിപ്പിൾ വന്നു, പ്ലസ് ഇതിന് ശേഷമുള്ള ആളെ എക്സ് എന്ന് എഴുതുക. അപ്പൊ ഇയാളെ നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. നേരെ എന്ത് ചെയ്യാ? പ്ലസിന് ശേഷമുള്ള ആളെടുത്ത് എഴുതുക. ഇപ്പൊ എന്ത് വരും? സൈൻ π/3. അപ്പൊ സൈൻ π/3 എന്ന് വെച്ചാല് സൈൻ 60 ആണ്. സൈൻ 60യുടെ വാല്യൂ നമുക്ക് അറിയണം. സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? √3/2. സൈൻ 60 എത്രയാണ്? √3/2. മനസ്സിലാക്കാൻ ഞാൻ ഇതിന് ശേഷം ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. നോക്കും, സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2. അതാണ് ഞാനിപ്പോ എഴുതിയത്. ഓക്കെ, സോ വാല്യൂസ് ഞാൻ ഇവിടെ എടുത്ത് പഠിക്കുന്നത് കാണാണ്ട് പഠിക്കണം കേട്ടോ ടേബിൾ. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ സൈൻ 60 അഥവാ എത്ര ഇത് √3/2. 16 π/3 എന്ന് പറയാം. പൈ എന്ന് വെച്ചാൽ 150. 150/3 ആണ് 60. സൈൻ 60ന്റെ വാല്യൂ ആണ് √3/2. വാല്യൂസ് നമുക്ക് അറിയണം. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോകാലോ. സോ അടുത്ത ചോദ്യം നോക്കിയേ, ടാൻ 19π/3, ടാൻ 19π/3. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൻ 19ന് തൊട്ട് പിറകിലുള്ള 3ന്റെ മൾട്ടിപ്പിൾ 18 അല്ലേ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 18π/3 പ്ലസ് ഇനി 19 ആവാൻ എത്ര പൈയും കൂടി വേണം? ഒരു പൈയും കൂടി വരെ, π/3. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസിന് ശേഷമുള്ള ആളെ മാത്രം എടുത്ത് എഴുതാലോ. അപ്പൊ എങ്ങനെയോ? ടാൻ π/3. സോ ടാൻ π/3 ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ടാൻ π/3 എത്രയാ? √3. ടാൻ 60 വാല്യൂസ് കാണാണ്ട് പഠിക്കണം. അപ്പൊ എത്ര വരും? ഈക്വൽ ടു √3.
ഓക്കെ, അടുത്തത് നോക്കാം. നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? ആര് വന്നാല് നെഗറ്റീവ് സൈൻ -11π/3. നെഗറ്റീവ് വന്നാൽ ഞാൻ എന്താണെന്നറിയോ ചെയ്യണ്ടേ? നെഗറ്റീവ് വന്നു കഴിഞ്ഞാല് നമ്മൾ ഇത്രയും നേരം ബാക്കിലോട്ട് നോക്കുമ്പോൾ അല്ല നോക്കിയിരുന്നത്. ഇനി നമ്മള് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മുന്നിലോട്ട് നോക്കാം. 11 ശേഷം നെഗറ്റീവ് വന്നാൽ എങ്ങനെ? നമ്പറിന് ശേഷമുള്ള മൾട്ടിപ്പിൾ നോക്കാം. അപ്പോ 11 ശേഷമുള്ള 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 12 അല്ലേ? ഏതാണ്? 12. അപ്പൊ എങ്ങനെ എഴുതാം? ഞാനിങ്ങനെ എഴുതും -12π/3 +π/3 ഇങ്ങനെ എഴുതും. കണ്ടോ? 11ന് ശേഷമുള്ളത് 12. അപ്പൊ അതൊരു മൈനസ് ഇടും. -12π/3 +π/3. അപ്പോൾ ഇത് കിട്ടുള്ളൂ. ഒന്ന് കൂട്ടി വെക്കും. -12πയും ഒരു പൈയും കൂട്ടിയാല് വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നമല്ലേ? 12πന്ന് ഒരു പൈ കുറച്ചാല് 11π. വലുതിന്റെ ചിഹ്നം -11π. അങ്ങനെ കിട്ടുക. അപ്പൊ ആലോചിക്കാൻ, നെഗറ്റീവ് വന്നാല് ആ നമ്പറിന് ശേഷമുള്ളത് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിലോട്ട് പുറകിലോട്ട് നോക്കുക. ഈ കോൺസെപ്റ്റ് പക്കായിട്ട് വേണം. ഇനി ഇവിടെ നെഗറ്റീവ് വന്നാലും നമ്മുടെ ഒരു പ്രശ്നമല്ല. നമ്മൾ പ്ലസിന് ശേഷമുള്ള ആളെ മാത്രം എടുത്ത് എഴുതും. ഇപ്പൊ എന്തായിരിക്കും? sin π/3 അഥവാ sin 60 നേരത്തെ പറഞ്ഞില്ലേ? എന്തായിരുന്നു sin 60? √3/2. പക്കാന്ന് വിചാരിക്കാണ്. നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. വാല്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതിൽ ഇക്വേഷൻസും ഉണ്ട് കേട്ടോ. ഈ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത് പറയാൻ പോണത്. ഓക്കെ, sin a + b ആണെങ്കിൽ നമുക്ക് sin a × cos b + cos a × sin b എന്ന് എഴുതാം. ദെൻ ഇവിടെ പ്ലസ് മാറി മൈനസ് ആയാൽ ഇവിടെയും പ്ലസ് മാറി മൈനസ് ആവും. ഓക്കെ, ഇത് cos of a + b വന്നു കഴിഞ്ഞാൽ cos a × cos b, സെൻട്രി പ്ലസ് ആണെങ്കിൽ കോസിൽ ഇവിടെ സെൻട്രി മൈനസ്, കോസിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ദെൻ ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ പ്ലസ്. ടാനിന്റെ ആണ് വ്യത്യാസം ഉള്ളത്. tan of a + b ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: tan a + tan b / 1 - tan a × tan b. ദെൻ സെൻട്രി മൈനസ് ആയാൽ ഇവിടുത്തെ പ്ലസ് മാറ്റി മൈനസ് ആക്കുക, താഴത്തെ മൈനസ് മാറ്റി പ്ലസ് ആക്കുക. ഇക്വേഷൻസ് കാണാണ്ട് പഠിക്കുക. ഇക്വേഷൻസിലൊന്നും എനിക്ക് വലിയ റോൾ ഇല്ല, നിങ്ങളിത് കാണാണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പക്കയായിട്ട് ഇക്വേഷൻസ് ചെറപറാന്ന് പറയാൻ കിട്ടണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. രണ്ടാൾക്കാരെ തന്നിട്ടുണ്ട്, അവരെ വാല്യൂ കാണണം കേട്ടോ. സോ ആദ്യം sin 75 ഡിഗ്രിയാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ വേണ്ടത്, എനിക്കറിയുന്നത് 30ന്റെയും 45ന്റെയും 60ന്റെയും. അപ്പോ നമ്മുടെ ഈ 75നെ ഏതെങ്കിലും നമുക്ക് അറിയുന്ന രണ്ട് ആംഗിൾസ് ആക്കി കൂട്ടി എഴുതാൻ പറ്റൂ അല്ലെ? നമുക്ക് എങ്ങനെ എഴുതാം? sin 75ന് എനിക്ക് sin 45 + 30 എന്ന് എഴുതാലോ. 75ന് എങ്ങനെ എഴുതാം? 45 + 30. 45 30 കൂട്ടി 75 ആണ്. അപ്പൊ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് 45ന് a എന്നും 30ന് b എന്നും കരുതാം. ഇക്വേഷൻ ഉണ്ടല്ലോ, sin a + sin b = sin a × cos b + cos a × sin b. ഞാൻ ആ ഇക്വേഷൻ അപ്ലൈ is equal to sin a, നമ്മുടെ ഇപ്പത്തെ a ആരാ? 45 × cos b, നമ്മുടെ b ആരാ? 30 പ്ലസ് അടുത്തെന്താ? cos a, നമ്മുടെ a എത്രയാ? 45 × sin b, b എത്രയാ? 30. വാല്യൂസ് എല്ലാം നമുക്കറിയാം. sin 45 എന്ന് വെച്ചാൽ 1/√2 cos 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? √3/2 പ്ലസ് cos 45 നമുക്കറിയാം 1/√2. വാല്യൂസ് അറിയണം കേട്ടോ. sin 30 എത്രയാ? 1/2. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. 1 × √3 √3/√2 × 2√2 പ്ലസ് 1 × 1 1/√2 × 2√2. ഇപ്പൊ നോക്കിയാണ്, രണ്ടുപേരെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? താഴെ കിടക്കുന്ന ആൾ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മോളിൽ താഴെ കൂട്ടോ കുറക്കുകയാണെങ്കിൽ അത് ചെയ്തിട്ട് സെയിം ആള് താഴത്ത് എഴുതി. അപ്പൊ മോളിൽ എങ്ങനെ എഴുതാം? √3 + 1/സെയിം ഡിനോമിനേറ്റർ 2√2. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, tan 50 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ tan 50 നമുക്ക് അറിയുന്ന രീതിയിൽ എങ്ങനെ ആക്കാം? tan 15 എനിക്ക് tan 45 - 30 ഡിഗ്രി എന്ന് എഴുതാലോ. 45ന് 30 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും?
15 കിട്ടും. സോ 45-ന് a എന്നും 30-ന് ഞാൻ b എന്നും കരുതുന്നു. tan a minus tan b എന്തായാലും tan a minus tan b നമുക്ക് tan a minus tan b divided by 1 plus tan a into tan b. സോ എങ്ങനെയായി മാറും? tan 45 minus tan 30. tan a minus tan b ആണ്. a യുടെ സ്ഥാനത്ത് 45-ഉം b യുടെ സ്ഥാനത്ത് 30-ഉം കൊടുക്കുക. Whole divided by 1 plus tan 45 into tan 30. So this is equal to tan 45 1 ആണ് ഉത്തരം. tan 30 എന്താണ് ഉത്തരം? 1 by root 3 ആണ് ഉത്തരം. അല്ലെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാട്ടോ ഇവിടെ. കണ്ടോ? tan 30 1 by root 3. tan 45 1. tan 60 root 3. വാല്യൂസ് ഒക്കെ അറിയണം കേട്ടോ. Divided by 1 plus tan 45 എന്താ 1 into tan 30 എത്രയാണ്? 1 by root 3. ഇനി സിംപ്ലിഫിക്കേഷൻ. ആ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇവിടെ ചെയ്യാം. ഒരു ബൈ 1 ഇടാ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 1 into root 3 എന്താ? root 3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് എല്ലാവരും തെറ്റിക്കുക. മാത്സ് പ്ലസ് 1 ആയി പറഞ്ഞിട്ടാറില്ല, എപ്പോഴും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തെറ്റിക്കും. സെൻട്രൽ ചിഹ്നം മൈനസ് 1 into 1 1 divided by 1 into root 3. താഴെ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 plus 1 into 1 by root 3 1 by root 3. സുപ്രത്തോട് ചെയ്യുന്നുണ്ട്. is equal to മോളിത്തെ root 3 minus 1 ഞാൻ അതുപോലെ എഴുതി divide by root 3. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാ? ഒരു by 1 ഇടും അല്ലെ? നേരത്തെ പോലെ 1 into root 3 എത്രയാ? root 3. സെൻട്രൽ ചിഹ്നം പ്ലസ് 1 into 1 1 divided by 1 into root 3. So root 3 cancel ചെയ്യാം. ഉത്തരം എന്ത് വരും? root 3 minus 1 by root 3 plus 1. Okay അല്ലേ? So simplification ശ്രദ്ധിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രാക്ടീസ് പ്രോബ്ലംസിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് ലിങ്ക് തരും, അതിലുണ്ടാവും. സോ രണ്ടെണ്ണം ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തു. അടുത്ത നോക്കുക. പ്രൂവ് ദാറ്റ് 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 equal to 10 എന്ന് തെളിയിക്കാം. ഇത്രയേ ഉള്ളൂ. ആദ്യം LHS എടുക്കുക, സോൾവ് ചെയ്ത് RHS-ലോട്ട് എത്തിക്കുക. അതാണ് പരിപാടി. അപ്പൊ ഞാൻ LHS എടുത്ത് എഴുതാം. LHS ഇതാണുള്ളത്. 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3. ഇത് സോൾവ് ചെയ്ത് RHS-ലോട്ട് എത്തിച്ചാൽ മതി, 10-ലോട്ട് എത്തിച്ചാൽ മതി. അപ്പൊ ആദ്യം ഞാനൊന്ന് എളുപ്പത്തിലാക്കാനേ എല്ലാത്തിനെയും ഒന്ന് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാന്ന് നോക്കിക്കോ. 2 sin square എന്റെ മക്കൾ ഇത് 3 pi by 4 കാൽക്കുലേറ്ററിൽ ഇടാം. എങ്ങനെയാ? 3 into 180 by 4 അപ്പൊ 135 എന്ന് കിട്ടും കേട്ടാ. പ്ലസ് 2 cos square pi by 4 എന്ന് വെച്ചാൽ നമുക്കറിയാം 45. 180 by 4 45. പ്ലസ് 2 sec square pi by 3 എന്ന് വെച്ചാൽ 180 by 3 60. ഓക്കെ. സോ വാല്യൂസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു? ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ശരിക്കും ഈ ഇക്വേഷൻസ് ഒന്നും അറിയണ്ട. sin 135 എന്ന് നമ്മുടെ കാൽക്കുലേറ്ററിൽ ഇട്ടാൽ ഉത്തരം കിട്ടും. cos 45 കിട്ടി കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഉത്തരം കിട്ടും. കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാനുള്ള ഉള്ളൂ. എന്നാലും നമുക്ക് ഒരു ഇക്വേഷൻസ് വെച്ച് നോക്കാം. അപ്പോ ഇവിടെ കണ്ടു ഈ sin 135 ഇപ്പൊ 2 into sin 135ന്റെ സ്ക്വയറാ. 135 എനിക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് 45 എന്ന് ഇരിക്കൂടെ? തെറ്റുണ്ടോ? ഇല്ല അല്ലെ? 180 മൈനസ് 45 135. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം 180ഉം അതിനുശേഷം ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ 180 ഒഴിവാക്കിയിട്ട് ആ മൈനസിന് ശേഷമുള്ള ആളെ മാത്രം എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതാം. sin 180 മൈനസ് 45 എന്ത് എഴുതാം? sin 45. എന്താ ഞാൻ പറഞ്ഞ ഐഡിയ? 180 ആദ്യം വന്നാല് 180നെ ഒഴിവാക്കിയിട്ട് മൈനസിന് ശേഷമുള്ള ആളെ മാത്രം എടുത്ത് എഴുതാം. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ട്ടാ. എല്ലാം ഇപ്പൊ പറഞ്ഞാൽ തീരൂല. ഇത്രയും വലിയ കാട്ട ചാപ്റ്റർ. ഓക്കെ. സോ sin 45 എന്ന് വെച്ചാൽ 1 by root 2 ആണ്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ 2 into sin 135 ആണ് കിട്ടിയത്. sin 45ന്റെ വാല്യൂ 1 by root 2. അപ്പൊ മനസ്സിലാക്കുക, sin 135 എന്ന് വെച്ചാൽ എന്താണ്? sin 45 ആണ്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്ത് പഠിക്കണം. 180 കുറച്ച് എഴുതാം. അപ്പൊ 180 കുറയ്ക്കുമ്പോൾ ആ കുറച്ചതിന് ശേഷമുള്ള ആംഗിൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. അതാണ് ട്രിക്ക്. ഓക്കെ. സോ 1 by root 2 മൊത്തത്തിൽ സ്ക്വയർ ഉണ്ട് കേട്ടോ.
പ്ലസ് 2 ഇൻറ്റു കോസ് 45 നമുക്കറിയാം എത്രയാണ് 1/√2 ആണ്. കോസ് 45 എത്രയാണ് 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെയൊക്കെ സീക്ക് 60 അല്ലേ, സീക്ക് 62 എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. സീക്ക് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/cos x അറിയണം, ഇക്വേഷൻ അറിയണം. സോ സീക്ക് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/cos 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/cos 60 നമുക്കറിയാം. cos 60 എത്രയാണ് 1/2. അപ്പൊ 1/1/2 ആണ്. ഈ 1/2 മേലോട്ട് എടുത്താൽ തലതിരിയും. അപ്പൊ എങ്ങനെയോ 1 ഇൻറ്റു 2/1 വെട്ടിക്കളയാ, ഉത്തരം കിട്ടും 2. അപ്പൊ സീക്ക് 60 വെച്ച് എത്രയാ 2. വാല്യൂസ് നമുക്കറിയണം, രക്ഷയില്ല അതിൽ. ഇപ്പൊ 2 ഇൻറ്റു സീക്ക് 60 എത്രയാ 2, അതിന് സ്ക്വയർ ഉണ്ട് കേട്ടാ. അപ്പൊ എന്ത് വരും 2 ഇൻറ്റു 1ന്റെ സ്ക്വയർ 1, റൂട്ടിന് സ്ക്വയർ എടുത്ത് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവും 2 പ്ലസ് 2 ഇൻറ്റു 1ന്റെ സ്ക്വയർ 1, ഇവിടെ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവും 2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ എത്രയാ 4. സോ എന്ത് കിട്ടും 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെ 1 പ്ലസ് ഇവിടെയും 2 ക്യാൻസൽ ചെയ്യാം 1 പ്ലസ് 2 ഇൻറ്റു 4 8. അപ്പൊ 1 കൂട്ടിയ 2, 2ഉം 8ഉം കൂട്ടി കഴിഞ്ഞാൽ 10. അതാണ് എന്ത് കിടക്കുന്നേ RHS. ഓക്കെ, ഇത്രയുള്ള പരിപാടി. സോ വാല്യൂസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ക്ലിയർ ആക്കി പഠിക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രൂവ് ദാറ്റ് cos 7x plus cos 5x divided by sin 7x minus sin 5x equal to cot x. സോ അതിന് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇവിടെ ഭംഗിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇത് ഭംഗിയിൽ പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് വരും. ഓക്കെ, സോ അപ്പൊ ആദ്യം ഞാൻ എന്താ ചെയ്യാം, ഞാൻ നേരത്തെ പോലെ LHS എടുക്കും. LHS എന്താണത് cos 7x plus cos 5x whole divided by sin 7x minus sin 5x ആണ്. ഞാൻ ഭംഗിയാക്കിട്ട് ഇങ്ങനെ കരുതും. ഈ 7x ഉണ്ട്, 7x-നെ a എന്ന് കരുതും. 5x ഉണ്ട്, 5x-നെ b എന്ന് കരുതും. താഴെ ഇതുപോലെ 7x-നെ a എന്നും 5x-നെ b എന്നും കരുതും. അപ്പൊ രണ്ട് ഭംഗിയുള്ള ഇക്വേഷൻസ് ഉണ്ട്. cos a plus cos b equal to 2 cos a plus b by 2 into cos a minus b by 2. അപ്പൊ അതിൽ എയുടെ സ്ഥാനത്ത് 7x-ഉം കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 5x-ഉം കൊടുക്കുക. അപ്പൊ എങ്ങനെയാ മാറും 2 cos, ഇവിടേക്ക് a plus b by 2 അല്ലേ, ഇവിടെ a എത്രയാ 7x plus b എത്രയാ 5x whole divided by 2 into എന്താ cos a minus b by 2 അല്ലേ. അപ്പൊ cos a minus b by 2, a എത്രയാ 7x minus b എത്രയാ 5x whole divided by 2 whole divided by താഴെ sin a minus sin b അല്ലേ. സോ sin a minus sin b ഇക്വേഷൻ എന്താന്ന് നോക്കി, 2 cos a plus b by 2 അല്ലേ. a എത്രയാ 7x plus b എത്രയാ 5x whole divided by 2 into എന്താ sin a minus b by 2, a എത്രയാ 7x minus b എത്രയാ 5x whole divided by 2. മുകളിലും താഴെയും സെയിം ആയ ആൾക്കാരെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ആരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇവിടേക്ക് 2 ക്യാൻസൽ ചെയ്യാം. ഇവിടേക്ക് cos 7x plus 5x by 2, താഴെയും cos 7x plus 5x by 2 ക്യാൻസൽ ചെയ്തു. ഇനി സാറേ ഇവിടെ 7x minus 5x by 2, താഴെയും 7x minus 5x by 2 വെട്ടട്ടെ എന്ന് ചോദിക്കരുത്. ഇവിടെ കോസ് ആണ്, ഇവിടെ ഉള്ളത് സൈൻ ആണ്. അപ്പൊ ആംഗിൾസ് തോന്നിയ പോലെ വെട്ടാൻ പറ്റില്ല. അപ്പൊ സൈൻ 30 ബൈ കോസ് 30 വെട്ടിയിട്ട് സൈൻ ബൈ കോസ് ചെയ്തോ ഇല്ല, മണ്ടത്തരം കാണിക്കരുത്. ആംഗിളുകൾ വെട്ടാൻ പറ്റൂല, ഫ്രണ്ടിൽ ആള് സെയിം ആണ്, അപ്പോഴേ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇയാൾ ചെയ്യാം. അപ്പൊ കോസ് 7x 5x കളഞ്ഞ 2x by 2, താഴെ ഇവിടെ സൈൻ, ഇവിടെ 7x 5x ആയ 2x by 2. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, 2 ക്യാൻസൽ ചെയ്യാം, ഇവിടെയും 2 ക്യാൻസൽ ചെയ്യാം, ഇവിടുത്തെ 2 ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യാം, ഇവിടുത്തെ 2 ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്യാം. സോ എങ്ങനെ നടക്കും, cos x by sin x, cos x by sin x എന്താണ് നമുക്കറിയാലോ, cos x by sin x എന്താ cot x ആണ്, അഥവാ എന്താണത് RHS ആണ്. ഇക്വേഷൻസ് അറിയണം, അറിയാത്തവര് പഠിക്കുക. sin x by cos x എന്ന് വെച്ചാൽ tan x ആണ്, sin x by cos x എന്ന് വെച്ച് കഴിഞ്ഞാൽ tan x ആണ്. അതുപോലെ ഇയാളെ തലതിരിച്ചിട്ടാൽ cos x by sin x എന്ന് വെച്ച് കഴിഞ്ഞാൽ tan x-നെ തലതിരിച്ചുള്ള ആളെ കിട്ടും, അഥവാ cot x കിട്ടും. ഈ സെറ്റപ്പ് നമുക്ക് അറിയണം.
എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രശ്നം തന്നെ ഇതാണ്, കുറെ ഇക്വേഷൻസ് ഉണ്ട്. ആ കുറെ ഇക്വേഷൻസ് നല്ല ഭംഗിയിൽ തലേക്ക് അങ്ങ് കയറ്റി വെക്കും. എന്നിട്ട് ആ പാഠങ്ങൾ പഠിച്ചു നോക്കി അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏകദേശം ലാസ്റ്റ് ഭാഗമായി. ഇനി ആകെ 2 സ്ലൈഡ് കൂടി ഉള്ളൂ കേട്ടോ. അടുത്ത് നോക്കി, cos 4x equal to 1 minus 8 sin square x into cos square x എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ LHS എടുക്കുന്നു, RHS ആക്കുന്നു. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഞാൻ ആദ്യം LHS എടുക്കുകയാണ്. LHS ഉള്ളത് ഇതാണ് cos 4x. അപ്പൊ ഞാൻ ഈ cos 4x എന്ന് മേക്കപ്പ് ഇട്ട് എഴുതാണ്. മേക്കപ്പ് ഇട്ടാണെന്ന് മാറുമല്ലേ, അതുകൊണ്ടൊരു മേക്കപ്പ് ഇടാണ്. cos 4x ഞാൻ വേണമെങ്കിൽ cos 2 into 2x എഴുതിയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, കാരണം 2 into 2x ആണല്ലോ 4x അല്ലെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2x കണ്ടോ, ഈ 2x ഞാൻ x എന്ന് കരുതും. അപ്പൊ cos 2x ആയില്ല. അപ്പൊ cos 2x ഒരു ഇക്വേഷൻ ഉണ്ട്, cos 2x equal to 1 minus 2 sin square x. അപ്പൊ എന്താണ് cos 2x equal to ഞാൻ ഒന്നുകൂടി താഴത്തേക്ക് എഴുതാണ് 1 minus 2 sin square x. അങ്ങനെയാണെങ്കിൽ ഇവിടെ cos 2 into 2x അല്ലേ. അപ്പൊ എന്തായിരിക്കും 1 minus 2 sin square എക്സിന്റെ സ്ഥാനത്ത് നമ്മുടെ ഇപ്പത്തെ എക്സ് ആരാ 2x അല്ല. അപ്പൊ 1 minus 2 sin square 2x കണ്ടോ. ഇവിടെ cos 2x ആയപ്പോ 1 minus 2 sin square x, cos 2 into 2x ആകുമ്പോ 1 minus 2 sin square എക്സിന്റെ സ്ഥാനത്ത് നമ്മുടെ ഇപ്പത്തെ എക്സ് ആരാ 2x ഇട്ട് കൊടുക്കുക. ഇവിടെ എങ്ങനെയാവും, ഇതിങ്ങനെയായി മാറും. എങ്ങനെയായി മാറും, cos 2x എങ്ങനെയായി മാറും 1 minus cos 2 into 2x എന്തായി മാറും 1 minus 2 sin square 2x. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin square x ആണെങ്കിൽ sin x whole square എന്ന് എഴുതാം. ട്രിഗ്നോമെട്രിമ മാത്രമാണ് സ്ക്വയർ എങ്കിൽ അത് മൊത്തത്തിലാക്കി എഴുതാം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതും 1 minus 2 sin square 2x ഞാൻ ഭംഗിയാക്കിയിട്ട് sin 2x whole square എന്ന് എഴുതും. പ്രശ്നമില്ലല്ലോ. ദെൻ നേരെ sin 2x ഒരു ഇക്വേഷൻ ഉണ്ട്. sin 2x ഇക്വേഷൻ നോക്കി, sin 2x എങ്ങനെ എഴുതാം 2 sin x into cos x എന്ന് എഴുതാം. ഇക്വേഷൻസ് അറിയണം. അപ്പൊ ഇതെങ്ങനെയായി മാറും 1 minus 2 sin 2x ഞാൻ എങ്ങനെ എഴുതും 2 sin x into cos x. മൊത്തത്തിൽ എന്തുണ്ടാ സ്ക്വയർ. ഈ മൊത്തത്തിലുള്ള സ്ക്വയർ ഓരോരുത്തർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് 2 കൊടുക്കുക, sin x കൊടുക്കുക, cos x കൊടുക്കുക. അപ്പൊ എങ്ങനെയോ 1 minus 2 into 2 കൊടുത്തു കഴിഞ്ഞാൽ 2 square 4, sin x കൊടുത്തു കഴിഞ്ഞാൽ sin square x, cos x കൊടുത്തു കഴിഞ്ഞാൽ cos square x. ഇതിലുള്ള 3 പേർക്ക് ആ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ലാസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷനിലുള്ളൂ 1 minus 2 into 4 എന്താ 8 sin square x into cos square x. പ്രശ്നമില്ലല്ലോ. സോ അതാണ് നോക്കിയേ, അതല്ലേ RHS, അതാണ് എന്ത് RHS. എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, ആദ്യം ഇവരെ തമ്മിൽ കുറയ്ക്കരുത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പാടും. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, cos pi by 4 plus x plus cos pi by 4 minus x equal to root 2 cos x എന്ന് വിളിക്കണം. സോ നേരത്തെ പോലെ ഞാൻ LHS എടുക്കും. LHS ഉള്ളത് cos pi by 4 plus x plus cos pi by 4 minus x ആണല്ലേ. 2 ഇക്വേഷൻസ് നമുക്ക് അറിയണം. എങ്ങനെയാണെന്ന് അറിയോ ഇക്വേഷൻസ് അറിയേണ്ടത്? ഇവിടെ ഈ pi by 4 ഞാൻ a എന്നും x ഞാൻ b എന്നും കരുതും. അതുപോലെ ഇവിടെ pi by 4 എന്ന് എഴുതിയ a, x ഞാൻ എന്ത് കരുതും b. സോ ഇങ്ങനെയായി മാറും. ഇങ്ങനെയായി മാറും. ഇവിടെ അപ്പൊ cos a plus b അല്ലേ, cos of a plus b എന്താ cos a into cos b minus sin a into sin b. അപ്പൊ അതിൽ a യുടെ സ്ഥാനത്ത് pi by 4 കൊടുക്കുക, b യുടെ സ്ഥാനത്ത് x കൊടുക്കുക. അപ്പൊ എങ്ങനെയായി മാറും പറഞ്ഞ കേട്ടെ, cos a into cos b, cos a എത്രയാ pi by 4 into cos b, b എത്രയാ x മൈനസ് അടുത്ത് sin a into sin b, sin a എത്രയാ pi by 4 into sin b, b എത്രയാ x. കഴിഞ്ഞിട്ടില്ലാതെ ഇപ്പൊ ഞാൻ ചെയ്തത് ഇയാളുടെ മാത്രം ഇക്വേഷൻ ആണിത്. ഇനി അതുപോലെ ഇയാളെയും കൊടുക്കണ്ടേ, ഇവിടേക്ക് ഇയാളെയും കൂടി എഴുതണു അല്ലേ. ഇയാളെ എഴുതിയാൽ എങ്ങനെയാവും
ഇവിടെ cos pi/4 -6 അല്ലേ? അപ്പൊ എന്താ cos a minus cos b, സോറി cos a minus b, cos a minus b എന്താ cos a into cos b plus sin a into sin b. അപ്പൊ ഇങ്ങനെ മാറും cos a എത്രയാ pi/4 into cos b എത്രയാ x. അടുത്ത എന്താ പ്ലസ് sin a into sin b അല്ല, അപ്പൊ sin a എത്രയാ pi/4 into sin b എത്രയാ x. അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ മൈനസ് sin pi/4 into sin x ഇല്ലേ, ഇവിടെ എന്തുണ്ട് പ്ലസ് sin pi/4 into sin x ഇല്ലേ. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് എഴുതിയത്. അപ്പൊ +1 -1 വന്നാൽ ക്യാൻസൽ ആവൂലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈനസ് sin pi/4 into sin x ഉം പ്ലസ് sin pi/4 into sin x ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്, cos pi/4 into cos x പ്ലസ് cos pi/4 into cos x. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സും കൂട്ടിയാൽ 2x അല്ലേ? അതുപോലെ ഇവിടെ നോക്കിയേ, ഒരു cos pi/4 into cos x ഉം ഒരു cos pi/4 into cos x ഉം കൂട്ടിയാൽ എത്രയാവും? 2 cos pi/4 into cos x. ഇങ്ങനെ ഇരിക്കൂടെ? പ്രശ്നം ഉണ്ടാ? ഒരു ചക്കയെ കൂട്ടിയാൽ 2 ചക്ക എന്ന് പറയണ പോലെ ഒരു cos pi/4 into cos x ഉം ഒരു cos pi/4 into cos x ഉം കൂട്ടിയാൽ 2 cos pi/4 into cos x. then cos pi/4 നമുക്കറിയാലോ, അറിയണം cos pi/4 എത്രയാണ്? 1/√2 അല്ലേ? ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതെങ്ങനെയായി മാറും? 2 into cos pi/4 എന്ത് ചെയ്താം? 1/√2 into എന്താണത്? cos x. അപ്പൊ മനസ്സിലാക്കണം, അവിടെ 2 into 1/√2 അല്ലെ? 2 into 1/√2 എങ്ങനെ എഴുതാം? 2 നെ √2 into √2 എന്ന് എഴുതാം. x നെ എങ്ങനെ എഴുതാം? √x into √x എന്ന് എഴുതാറില്ലേ? അതുപോലെ √2 into √2 നെ into 1/√2. സോ ഈ √2 വെട്ടിക്കളയാൻ പറ്റുമല്ലോ. then ബാക്കി എന്താ? √2 into 1. √2 into 1 എന്താ? √2. അപ്പൊ ഇവിടെ x ഉണ്ട്. അപ്പൊ എന്ത് കിട്ടും ലാസ്റ്റ്? √2. ഇവിടെ √2, ഇവിടെ 2 എന്ന് പോയാൽ ഇവിടെ √2. ഇതാണ് സംഭവം, അവിടെ എഴുതിയിട്ടുണ്ട്. then √2 into 1 √2 എന്താണത്? cos x. √2 into cos x അതാണടാ എന്ത് കിടക്കുന്ന RHS. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു 9 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സോൾവ് ചെയ്തത്. അതിൽ some ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായി. എന്റെ മക്കളെ മനസ്സിലാക്കുക, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ടഫ് ആയിരിക്കും, കാരണം ഇക്വേഷൻസ് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ അതിന്റെ ഇപ്പുറം എന്തുണ്ട്? അതിന്റെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻസ് ഉണ്ട്. അത് വൃത്തിക്ക് നല്ല ഭംഗിയായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഗ്രൂപ്പിലോട്ട് നോട്ടുകൾ അയക്കും, പ്രാക്ടീസ് പ്രോബ്ലംസ് അയക്കും. സംശയമുള്ള എന്ത് ചെയ്യാം? അപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.